ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതൊരു മുൻപ് പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ഔദച്ചായനും മലീനയും കൂടി നടക്കാൻ പോയിട്ട് വരുന്ന സമയത്ത് മലീന തന്റെ ഓർഫനേജിലുണ്ടായ സങ്കടകരമായ കാര്യങ്ങളെല്ലാം തന്നെ ഔദച്ചായനോടായിട്ട് പറയുന്നുണ്ട്. ഔദച്ചായനാണെങ്കിൽ സമാധാനിപ്പിച്ചതിന് ശേഷം അലീനയും കൂട്ടിക്കൊണ്ട് വരുന്ന കാഴ്ച കാണുമ്പോൾ തന്നെ ആനപ്പച്ചേട്ടൻ വിനോദിനോടായിട്ട് പറയുന്നുണ്ട്, ദേ ഇവളെ കെട്ടുകെട്ടിക്കുന്നതിന് വേണ്ടി വന്നതാണ് ഔദച്ചായൻ, എന്നിട്ട് ഈ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് വരുന്ന കണ്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവര് അപ്പൊ ഈ ഒരു സമയം തന്നെ ഔദച്ചായനും അലീനയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വെല്ലിപ്പച്ചനാണെങ്കിൽ വന്ന ശേഷം വിനോദിനോടും ആൻ്റപ്പനോടും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ മുതലാളി എന്തിയാടാ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ബെഡ് കോഫി അല്ലല്ലോ, ബെഡിന്റെ കൂടെ തന്നെ മദ്യപാനമല്ല, അതവിടെ തുടങ്ങിക്കഴിഞ്ഞു എന്ന് ആൻ്റപ്പൻ മറുപടി പറയുന്നുണ്ട്. അതിനുശേഷം വിനോദിനോടായിട്ട് ശമ്പളമൊക്കെ കൃത്യമായിട്ട് തരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം അകത്തേക്ക് കയറി പോവുകയും ചെയ്യുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അകത്തേക്ക് ചെന്നതിന് ശേഷം ഔദച്ചായൻ നേരെ അവിടെ ചെല്ലുന്നത് സ്റ്റാൻലിയുടെ അടുത്തേക്കാണ്. സ്റ്റാൻലി സമയത്ത് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഔദച്ചായൻ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അപ്പച്ചൻ ലിമിറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അത് അപ്പച്ചൻ്റെ ചിഹ്നമേ ഓർത്തിട്ടില്ല. പക്ഷെ എനിക്ക് അങ്ങനെ വെക്കേണ്ട കാര്യമില്ല. അലീനയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യം അവൾ പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ ശീലങ്ങൾ ആരും തടയാൻ ശ്രമിക്കണ്ട എന്നൊക്കെ സ്റ്റാൻലി പറയുന്ന സമയത്ത് നിന്റെ ശീലങ്ങൾ ആരും തന്നെ തടയുന്നില്ല. പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം, നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ആരുമില്ല, നിന്റെ വീട്ടുകാർ വന്ന് അവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കും, അതിന് മുന്നേ തന്നെ എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കും, ഇവിടെ അവൾക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല, അവൾ വീണ്ടും അനാഥയായി പോകും, അത് നീ ഓർത്തോളം പറഞ്ഞിട്ട് ഔദച്ചായൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം സ്റ്റാൻലി തിരിച്ച് മദ്യപിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഔദച്ചായൻ പറഞ്ഞ വാക്കുകൾ ഓർത്തുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് മദ്യപാനം അവിടെ അങ്ങ് നിർത്തുവാണ് കേട്ടോ. ഇതേ സമയം തന്നെ കൃഷ്ണമോളെ രോഹിത്തിനെയാണ് കാണിക്കുന്നത്. രോഹിത്തിനാണെങ്കിൽ അവിടെ കോളേജിൽ സമരം നടക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് കോളേജിലേക്ക് പോകണ്ട എന്ന് പറയുന്ന സമയത്ത് കൃഷ്ണമോൾക്കും അതേ രീതിയിൽ തന്നെ അവധിയാണ്. അപ്പൊ ഇവർ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമുക്കൊന്ന് ചായ കുടിച്ചാലോ എന്ന് രോഹിത് ചോദിക്കുക. ഇരുവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ രണ്ടുപേർക്കും ക്ലാസ്സിൽ പോകാറായില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ക്ലാസ് ഇല്ല എന്ന് രണ്ടുപേരും മറുപടി പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വൈജയന്തി അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം താനിന്ന് ജോലിക്ക് പോവുകയാണെന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു വാക്ക് പോലും കേൾക്കാതെ തന്നെ ബാലൻ കൃഷ്ണമോളോടായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ബാലേന്ദ്ര നിങ്ങൾ കേൾക്കുന്നില്ല, ഞാനിന്ന് ജോലിക്ക് പോവുകയാണെന്ന് പറയുമ്പോഴത്തേക്ക് നീ എങ്ങോട്ട് പോയാലും എനിക്കെന്താ, നീ പോകുന്നു വരുന്നു, ഇതിനു മുന്നേ ഇങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നില്ല, നീ അങ്ങോട്ടായിരുന്നു വെച്ച് പോയിക്കോളാൻ പറഞ്ഞതിന് ശേഷം ബാലൻ വീണ്ടും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ബാലന്റെ വാക്കുകൾ വൈജയന്തി വല്ലാതെ തന്നെ വേദനിപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രോഹിത്തിനോടായിട്ട് തന്നെ കൊണ്ടേക്കാൻ പറയുന്ന സമയത്തിന് അച്ഛൻ അങ്ങോട്ടേക്കല്ല, അച്ഛൻ്റെ കൂടെ തന്നെ പോകാൻ പാടില്ലേ അമ്മയ്ക്ക് എന്ന് രോഹിത് മറുപടി പറയുമ്പോഴത്തേക്ക് ഞാനിന്ന് ഇപ്പോഴൊന്നും പുറത്തേക്ക് പോകുന്നില്ല എന്ന് ബാലൻ മറുപടി പറയുന്നുണ്ട്. നിനക്ക് എന്നെ കൊണ്ടേക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ എന്ന് വൈജയന്തി രോഹിത്തിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ അമ്മയെ കൊണ്ടേക്കാൻ, ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ട് വേഗം വരാമെന്നും പറഞ്ഞുകൊണ്ട് രോഹിത് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. വൈജയന്തി ആണെങ്കിലോ ബാലചന്ദ്രനോട് തട്ടിക്കയറി ചെല്ലുന്ന സമയത്ത് ബാലൻ പറയുന്നുണ്ട്, നീ നിന്റെ പാട്ടിന് പോ വൈജയന്തി, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കത് താങ്ങാനാവുകയില്ല എന്ന് പറയുമ്പോഴത്തേ വൈജയുടെ നാക്കൊന്ന് അടയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് തന്നെ രോഹിത് റെഡിയായി തിരികെ വരുന്നുണ്ട്. നിനക്ക് ഇത്രയും നേരമോ റെഡിയാവാനെന്ന് ചോദിച്ചുകൊണ്ട് ബാലേന്ദ്രനോടുള്ള ദേഷ്യവും രോഹിത്തിനോട് അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. വണ്ടിയിൽ കയറിയിരിക്കുന്ന സമയത്ത് വൈജയന്തി പറയുന്നുണ്ട്, എന്നെ എങ്ങോട്ടെങ്കിലും തള്ളിച്ചാടിച്ചിടാൻ ശ്രമിക്കരുതെന്ന് പറയുമ്പോഴത്തേക്കും അമ്മയ്ക്കല്ലേ തള്ളിച്ചാടിച്ചിട്ടുള്ള ശീലം, അതുകൊണ്ടാണല്ലോ ഇപ്പൊ കാലം വയ്യാതിരിക്കുന്നത്, അമ്മ എന്തായാലും പേടിക്കൊന്നും വേണ്ട, അമ്മയെ ഞാൻ സേഫായിട്ട് കൊണ്ടായിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി കൂട്ടിക്കൊണ്ട് രോഹിത് അവിടെ നിന്ന് പോവുകയും ചെയ്തിട്ട് ബാലനാണ് യാത്ര പറഞ്ഞ് പോകാനിരിക്കുന്ന സമയത്ത് അച്ഛൻ ഓക്കെ അല്ലേ എന്ന് കൃഷ്ണമോള് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആണോ, നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് എനിക്കറിയാൻ പാടില്ല എന്ന് കൃഷ്ണമോള് മറുപടി പറയുന്നുണ്ട്. ഞാൻ ഓക്കെയാണ് മോള്, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അച്ഛനെല്ലാം ക്ഷമിക്കുന്നത്, അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും ഉണ്ടാവണം, നിന്റെ ഈ ചെറിയ തലയിട്ട് പുകയ്ക്കൊന്നും വേണ്ട, അച്ഛൻ്റെ ബാഗ് എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. കൃഷ്ണമോള് ബാഗ് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം കൃഷ്ണയുടെ യാത്രയും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കാണിക്കുന്ന അലീനയെ തന്നെയാണ്. അലീനയെ നേരെ കിച്ചണിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ പൗലോസ് ഉണ്ടാവും. അപ്രതീക്ഷിക്കാതെയുള്ള അലീനയുടെ അങ്ങോട്ടേക്കുള്ള വരവ് കാണുമ്പോഴത്തേക്കും പൗലോച്ചൻ അത്ര അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ. നമ്മുടെ ആൻ്റപ്പനും വിനോദവും ഒക്കെ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ എങ്ങനെയെങ്കിലും അലീനെ ഇവിടുന്ന് പുകച്ച് ചാടിക്കണം എന്നുള്ളൊരു ചിന്ത തന്നെയാണ് പൗലോച്ചനെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അലീനയുടെ ഓരോ ചോദ്യങ്ങൾക്കും ഒരു ഇഷ്ടമല്ലാത്ത രീതിക്ക് തന്നെയാണ് പൗലോച്ചനെ മറുപടി പറയുന്നത്. അപ്പം ഇങ്ങനെ അലീന അടുക്കളയിലേക്ക് വന്നതിന് ശേഷം ഓരോ പച്ചക്കറികൾ ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. ഇതൊന്നും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് ഇന്നലത്തെ പച്ചക്കറിയാണ്, തലേദിവസത്തെ പച്ചക്കറി ഉപയോഗിക്കാറില്ല എന്ന് പൗലോച്ചനെ മറുപടി പറയുന്നുണ്ട്. അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, ഇവിടെ ആവശ്യമുള്ളതെല്ലാം തന്നെ കിട്ടുന്നുണ്ടെന്ന് ഒരു തർക്കുത്തരം പോലെ തന്നെ പൗലോസ് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.